കേരള നിയമസഭയിൽ തികച്ചും ചരിത്രപരമായ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിനാണ് തിരശീല ഉയർന്നത്. ഒട്ടനവധി പ്രഖ്യാപനങ്ങളുമായി അതിശക്തമായ വാഗ്ദാനങ്ങളുമായി 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാകുമ്പോൾ അത് കേരളത്തിന്റെ പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായി മാറുന്നുവെന്നാണ് UDF പ്രവർത്തകരെല്ലാം ഒരുമിച്ച് പറയുന്നത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിന്റെ കന്നി നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസന കുതിപ്പിനൊപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ ജീവിത സുരക്ഷയ്ക്കും പരമപ്രധാനമായ മുൻഗണന നൽകുന്ന ഒട്ടനവധി പ്രഖ്യാപനങ്ങളാണ് ഈ ഒറ്റ പ്രസംഗത്തിലൂടെ ഗവർണർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് ഈ നിമിഷം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇന്ന് രാവിലെ നിയമസഭാ മന്ദിരത്തിന്റെ പ്രധാന കവാടത്തിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് എന്നിവർ ചേർന്ന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയും പ്രൗഢിയോടെയുമാണ് സഭാ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ചത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളം വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നതും. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രപ്രസിദ്ധമായ വാചകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗവർണർ സുദീർഘമായ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത്. ജനങ്ങളോട് പൂർണ്ണമായും സുതാര്യത പുലർത്തുന്നതും ജനാഭിമുഖമായ മുൻഗണനകളുള്ളതും മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുമായ ഒരു ഭരണ സംവിധാനമായിരിക്കും പുതിയ സർക്കാരിൻ്റെതെന്ന് ഗവർണർ സഭയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. സംസ്ഥാനം നിലവിൽ കൈക്കൊണ്ടുവരുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളും ജനങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കാൻ ഈ സർക്കാർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന കടുത്ത നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഭരണത്തിൽ പൂർണ്ണമായും സുതാര്യതയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി തുറന്നു കാട്ടാൻ അടിയന്തരമായി ധനകാര്യ ധവളപത്രം പുറപ്പെടുവിക്കുമെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. തകർന്നടിഞ്ഞ ധനസ്ഥിതിയെ പുനരുദ്ധീകരിക്കാനും നാടിന്റെ വികസനത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള കൃത്യമായ ചുവടുവെപ്പുകൾ ഈ ധവളപത്രത്തിലൂടെ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നണികൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച വിപ്ലവകരമായ വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടികൾ പൂർണ്ണമായും സമയബന്ധിതമായി നടപ്പാക്കുമെന്ന കടുത്ത ഉറപ്പാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. ഇതിൽ ചരിത്രപരവും ജനശ്രദ്ധ നേടിയതുമായ ഏറ്റവും മാതൃകാപരമായ പ്രഖ്യാപനങ്ങൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ആരംഭിക്കുന്ന 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയുമില്ല. ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുന്നതിലൂടെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ കടക്കണിയിലാകുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി നിർധനരായ രോഗികൾക്ക് വലിയൊരു ജീവാശ്വാസമായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ലെന്നാണ് UDF പറയുന്നത്. ആരോഗ്യ മേഖലയിൽ വലിയ തോതിലുള്ള ആധുനികവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് വലിയ ചിലവില്ലാതെ അത്യാധുനികവും മികച്ചതുമായ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്നും ഇതിനായി സർക്കാർ ആശുപത്രികളെ നവീകരിക്കുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വഴി ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡ്, അതുപോലെ തന്നെ ടെലിമെഡിസിൻ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങൾ കാര്യക്ഷമമായി ഏർപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് UDF അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ UDF സർക്കാർ പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾക്കാണ് പുതിയ സർക്കാർ തുടക്കം കുറിക്കുന്നത്. ഉന്നത പഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരം ഉറപ്പാക്കാൻ +1 സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ഇതിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കോളേജ് വിദ്യാർത്ഥിനികൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രതിമാസം 1000 രൂപ വിദ്യാഭ്യാസ സഹായമായി നൽകുന്ന പുതിയ പദ്ധതിയും ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും ക്ഷേമത്തിനായി വിപ്ലവകരവും ചരിത്രകരവുമായ പ്രഖ്യാപനങ്ങളാണ് ഈ നയപ്രഖ്യാപനത്തിലൂടെ UDF സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. സ്ത്രീകളുടെ സാമ്പത്തിക സൗന്ദര്യത്തിനും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനും ഇത് വലിയ സംഭാവന നൽകുമെന്നാണ് UDF പറയുന്നത്. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആർത്തവ ദിനങ്ങളിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥിനികൾക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പഠനനഷ്ടം പരിഹരിക്കാൻ സ്കൂളുകളിൽ പ്രത്യേക ക്ലാസുകൾ ഏർപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി നിർബന്ധമാക്കാൻ കർശനമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപ ഉയർത്തുമെന്ന പ്രഖ്യാപനവും ഈ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാവപ്പെട്ടവന്റെ കൈകളിൽ കൃത്യമായി പണം എത്തിക്കാൻ ഈ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് UDF പറയുന്നത്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥലങ്ങളിൽ വയോമിത്രം പദ്ധതി കൂടുതൽ ശക്തമാവുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡിമെൻഷ്യ ബാധിതരായ വൃദ്ധർക്കായി പ്രത്യേക ഡേ കെയർ സെന്ററുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. യുവതലമുറയെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ സീറോ ടോളറൻസ് നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടികളും യുവാക്കളും ലഹരിയുടെ കരിനിഴലിൽ വീഴാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തുമെന്നും ഇതിനായി ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ശക്തമായൊരു
ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പിലാക്കുകയും ചെയ്യും. ലഹരി കടത്തുന്ന കുറ്റവാളികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്യും. ലഹരി വിപത്തിനെ പൂർണ്ണമായും വേരിറക്കാൻ എക്സൈസ് വകുപ്പ് പൂർണ്ണമായി നവീകരിക്കുകയും മദ്യശക്തി കുറയ്ക്കുന്നതിനുള്ള കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പുതിയ സാഹചര്യങ്ങൾക്കനുസൃതമായി നിലവിലെ എക്സൈസ് നയത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തും. യുവാക്കൾക്കും അതുപോലെ IT മേഖലയ്ക്കും പുത്തൻ ഉണർവും അന്താരാഷ്ട്ര തലത്തിലുള്ള തൊഴിൽ സാധ്യതകളും നൽകാൻ നിലവിലെ IT വകുപ്പിനെ IT ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്യും. സാങ്കേതിക വിദ്യയിലെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. IT മിഷനിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷനാക്കി മാറ്റുന്നതിലൂടെ സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും പേപ്പർ രഹിതവും ഓൺലൈനാക്കി മാറ്റുകയും ചെയ്യും. അഴിമതി കുറയ്ക്കാനും ഫയൽ നീക്കം വേഗത്തിലാക്കാനും ഇത് സഹായിക്കുകയും ചെയ്യും. പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി AI, സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ ഊന്നിയുള്ള വിപുലമായ നൈപുണ്യ വികസന പദ്ധതികളും യുവാക്കൾക്കായി നടപ്പാക്കി അവരുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാർഷിക ഭൂമി മേഖലയിൽ ജനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ നയങ്ങളെല്ലാം. കർഷകരുടെ ഉന്നമനത്തിനായി റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ താങ്ങുവില ഗണ്യമായി ഉയർത്തും. കർഷകർക്ക് മികച്ച വിളവ് ലഭിക്കുന്നതിനായി മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയമായി വികേന്ദ്രീകൃത സംവിധാനങ്ങൾ ഒരുക്കും. സുഗന്ധവ്യഞ്ജന കർഷകരെ സഹായിക്കാനായി പുതിയൊരു സ്പേസ് പാർക്കും സ്ഥാപിക്കുകയും ചെയ്യും. മലയോര മേഖലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വതവും പ്രായോഗികമായ പരിഹാരം കാണാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും. ദീർഘകാലമായി നിലനിൽക്കുന്ന ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കും. റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കി മാറ്റുകയും അർഹരായ എല്ലാ വിഭാഗങ്ങൾക്കും ഉപാധിരഹിത പട്ടയ വിതരണം കാര്യക്ഷമമായി പൂർത്തിയാക്കുകയും ചെയ്യും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പട്ടയങ്ങൾ ഉപാധിരഹിതമാക്കാനും ഭൂനിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള നടപടികളും ഉണ്ടാകും. നെൽവയൽ നീർത്തട നിയമങ്ങൾ കൂടുതൽ സുതാര്യമാക്കും. സമീപകാലത്ത് വലിയ പ്രതിസന്ധി നേരിട്ട സഹകരണ മേഖലയിലെ തട്ടിപ്പുകളെ കർശനമായി നിയമ നടപടികളിലൂടെ നേരിടുകയും ചെയ്യും. സഹകരണ മേഖലയെ പൂർണ്ണമായും അഴിമതി മുക്തമാക്കി ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കും. വിനോദസഞ്ചാര മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനൊപ്പം തന്നെ ഉത്തരവാദിത്ത ടൂറിസവും തീർത്ഥാടന ടൂറിസവും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ അഭിമാനമായ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള അതായത് IFFK തിരുവനന്തപുരം കൂടാതെ സംസ്ഥാനത്തിൻ്റെ മറ്റ് പ്രധാന സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിച്ച് ചലച്ചിത്ര സംസ്കാരം ജനകീയമാക്കും. കേരളത്തിൻ്റെ മഹത്തായ ചരിത്രവും സംസ്കാരവും ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കാൻ ഒരു അത്യാധുനിക ഡിജിറ്റൽ ആർക്കൈവ്സ് സ്ഥാപിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ഉറപ്പാക്കാൻ നദികളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മണലും അതുപോലെ ചെളിയും ശാസ്ത്രീയമായി നീക്കം ചെയ്യും. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ വേഗത നൽകാനായി പ്രധാനപ്പെട്ട ബൈപ്പാസുകൾ 4 വരി പാതകളാക്കി മാറ്റുകയും ചെയ്യും. ചെറുഗതാഗതം പൂർണ്ണമായും ആധുനികവൽക്കരിക്കുകയും യാത്രക്കാർക്ക് വലിയ സുഗമത ഉറപ്പാക്കുന്നതിനായി ഒരൊറ്റ ടിക്കറ്റിൽ വിമാനത്താവളം, മെട്രോ, ബസ്, ബോട്ട് എന്നിവയിൽ യാത്ര ചെയ്യാവുന്ന സംയോജിത ഗതാഗത സംവിധാനം കൊണ്ടുവരും. കേരളത്തിൻ്റെ വ്യത്യസ്തമായ തീരപ്രദേശത്തെ പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെ വലിയൊരു പോർട്ട് ഹബ്ബാക്കി മാറ്റുകയും കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പുതിയ വ്യവസായങ്ങൾ ആകർഷിക്കുന്നതിനും സംരംഭകർക്ക് വേഗത്തിൽ ഭൂമി ലഭ്യമാക്കുന്നതിനായി വ്യവസായ വകുപ്പിന് കീഴിൽ പ്രത്യേക ലാൻഡ് ബാങ്ക് സ്ഥാപിക്കുകയും ചെയ്യും. ഇതിനൊപ്പം ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് പ്രത്യേക സഹായങ്ങളും സബ്സിഡികളും നൽകുകയും ചെയ്യും. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം സുതാര്യമാക്കാൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും വഖഫ് സ്വത്തുക്കൾ കർശനമായി സംരക്ഷിക്കുകയും ചെയ്യും. വിപണിയിലെ വിലക്കയറ്റം തടയാനും ജീവിത ചെലവ് നിയന്ത്രിക്കാനും വിപണിയിൽ സർക്കാർ ശക്തമായി ഇടപെടും. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ഘടനയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സമഗ്രമായൊരു ഭരണരേഖയാണ് പുതിയ സർക്കാരിൻ്റെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നു. ഒപ്പം തന്നെ UDF സർക്കാർ അത് വലിയ തരത്തിൽ ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ നിയമസഭയ്ക്കുള്ളിൽ അതീവ ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം അരങ്ങേറിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖറും നിയമസഭയ്ക്കകത്ത് പ്രവേശിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം നിയമസഭയിലെ പരമ്പരാഗത കീഴ്വഴക്കങ്ങൾ അനുസരിച്ചും പോലീസ് മേധാവിക്ക് സഭാസ്ഥലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ യാതൊരുവിധ അനുമതിയുമില്ല എന്നിരിക്കെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സഭയ്ക്കുള്ളിൽ കടന്ന ശേഷമാണ് പ്രോട്ടോകോൾ ലംഘനം മനസ്സിലാക്കി DGP മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയത്. ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ അസാധാരണ നടപടി ഉടനടി തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ക്രമപ്രശ്നമായി ഉന്നയിക്കുകയുമുണ്ടായി. മുൻപില്ലാത്ത ഇത്തരം കീഴ്വഴക്കങ്ങൾ സഭയുടെ അന്തസ്സിന് ചേർന്നല്ല എന്നും DGPക്ക് സഭയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ മറുപടി നൽകി. ഉദ്യോഗസ്ഥന് സംഭവിച്ച അശ്രദ്ധ കൊണ്ടാകാം DGP സഭയ്ക്കകത്ത് പ്രവേശിച്ചതെന്നും ഇക്കാര്യം DGPയോട് സംസാരിക്കുമെന്നും സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് വാർത്താ സമ്മേളനത്തിലും പിണറായി വിജയൻ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണിതെന്നും എന്നാൽ ഇത് മനഃപൂർവ്വമല്ല അറിയാതെ സംഭവിച്ചതാകുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. UDF സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിന്മേൽ കടുത്ത വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്.
മുൻ LDF സർക്കാർ വികസനത്തിനായി ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിച്ചിരുന്നുവെന്നും എന്നാൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുതിയ സർക്കാരിന് വ്യക്തതയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ സമീപനം കേരളത്തിന്റെ വികസനത്തെ പുറകോട്ടടിക്കുമെന്ന സംശയവുമുണ്ട്. UDF തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്തിരിക്കുന്നത്. ഖജനാവിൽ 5429 കോടി രൂപയുടെ നീക്കിയിരിപ്പ് ബാക്കി വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഒഴിഞ്ഞത്. എന്നാൽ ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാനത്തെക്കുറിച്ച് ശരിയല്ലാത്ത ഒരു ചിത്രം സൃഷ്ടിക്കാനാണ് ഭരണപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്നും ഇത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ആശ്വാസ നടപടികൾ തകരാൻ ഇടയാക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. കേരളത്തെ പുതിയ യുഗത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ വാചാലനാകുന്നുണ്ടെങ്കിലും അതിനായി കൃത്യമായ റൂട്ട് മാപ്പും അതിലില്ല എന്നും നാടിൻ്റെ മുഖച്ഛായ മാറ്റി കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ എന്നിവയെക്കുറിച്ചെല്ലാം നയപ്രഖ്യാപനത്തിൽ വല്ലാത്തൊരു മൗനമാണ് പാലിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് നിയമത്തിലെ സർക്കാർ നിലപാടോ സംസ്ഥാന കൈവരിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കെക്കുറിച്ചോ യാതൊരു പരാമർശവും ഉണ്ടാകുന്നുമില്ല. സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നും അർഹതപ്പെട്ട ചോദിച്ചു വാങ്ങുന്നതിലും സർക്കാർ മൗനം പാലിച്ചു. കേന്ദ്രത്തിൻ്റേത് ഫെഡറലിസം അംഗീകരിക്കുന്ന നിലപാടാണെന്നിരിക്കെ കേന്ദ്രത്തിൻ്റെ ഇത്തരം സമീപനങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു.